ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുടി വളർത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. നമ്മുടെ മുടിയിലെ എണ്ണമയം കളയാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറും കൂടെയാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറുപയർ. ചെറുപയർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. നമ്മുടെ മുടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരുപാട് നല്ലതായിട്ടുള്ളതാണ് ചെറുപയർ. ഇതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ മുടിയിലാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നന്നാക്കി ക്ലീൻ ആക്കിയിട്ട് വയ്ക്കും. എത്ര അഴുക്കുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാനും എണ്ണമയം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരുവൊക്കെ വരുന്നവരൊക്കെ ഈ ഒരു ചെറുപയർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതുവഴി അതൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മുടി, എപ്പോഴും ഓയിലി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എണ്ണമയം കുറയ്ക്കാനും ചെറുപയർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുമാത്രമല്ല ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ലൊരു തിളക്കം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. 2 സ്പൂൺ ഉലുവയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തലേ ദിവസം കുതിർത്തിട്ട് പിറ്റേ ദിവസമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ടും ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. അതിനു മുന്നേ ആയിട്ട് ഇത് രണ്ടും നല്ലതുപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എന്നാൽ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളവും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഉലുവയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി വളർച്ച കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ താരനൊക്കെ ഉള്ളവർ ഉലുവ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ താരനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പുതിയ മുടികൾ വളർന്നു വരാനും നമ്മൾ ഉലുവ യൂസ് ചെയ്യുന്ന ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒരു രാത്രി മുഴുവനായിട്ട് ഇത് കുതിർത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് പിറ്റേ ദിവസം അരച്ചെടുക്കണം. പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമ്മുടെ ഉലുവയും ചെറുപയറും ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് കളയേണ്ട. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉലുവയുടെയും ചെറുപയറിൻ്റെയും ഒക്കെ ഗുണങ്ങൾ മുഴുവനായിട്ടും തന്നെ കിട്ടും. കാരണം അത്രയും സമയം ഇതിൽ കുതിർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഞാനിത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം. കറിവേപ്പില യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെമ്പരത്തിയുടെ പൂവും കൂടെ എടുക്കാം. അതും നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും ഒക്കെ സഹായിക്കും. പ്രത്യേകിച്ചും ചെമ്പരത്തി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇല യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലുള്ള എണ്ണമയം കുറയ്ക്കാനും മുടിക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറായിട്ട് വരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചെടുത്ത് വന്നപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്രീം പോലെ തന്നെയുണ്ട്. നമുക്ക് മുടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കും നമ്മുടെ മുടി. പ്രത്യേകിച്ചും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരാദ്യം തന്നെ മുടിയിൽ നല്ലോണം എണ്ണ തേച്ച ശേഷം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി. അല്ലാതെ ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ എണ്ണ തേക്കണം എന്ന് ആവശ്യമില്ല.
അപ്പോൾ അല്ലാത്ത എല്ലാവരും സാധാരണ മുടിയിൽ എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എണ്ണയൊക്കെ തേച്ച ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ആദ്യം തലയിൽ എണ്ണ തേച്ചിട്ട് അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ കൂടെ എണ്ണ മിക്സ് ആക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാക്കിലേക്കാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എത്രയാണ് ഒരു ദിവസം എണ്ണ തേക്കുന്നത് ആ ഒരു അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മുടിക്ക് അലോവേര യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അലോവേരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ അലോവേര യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല നീളം വയ്ക്കാനൊക്കെ സഹായിക്കും. എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഈ ഒരു പാക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു മാക്സിമം പോയൊരു 4 ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിന്നെ എത്ര പ്രായമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ തണുപ്പുണ്ടാവും. അതുകൊണ്ട് തണുപ്പ് പറ്റുന്ന ആർക്കും തന്നെ യൂസ് ചെയ്യാം. ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കുക. അതിനുശേഷം ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നിങ്ങൾ സ്കാൽപ്പിലേക്ക് ആദ്യം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. പിന്നെ ഉലുവ ഉള്ളതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ ഉലുവ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായിട്ട് വയ്ക്കേണ്ട. അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്